കൂട്ടുകാരെ, ഗീതാ ഗോവിന്ദം ഈ ആഴ്ച ക്ലൈമാക്സിലേക്കാണോ എന്ന് സംശയിപ്പിക്കുന്ന ഒരു രംഗങ്ങൾ തന്നെ കൂട്ടുകാരെ. നമ്മുടെ ഗോവിന്ദ് സ്വന്തം ജീവൻ കൊടുത്ത് വീട്ടുകാരെ രക്ഷിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെ നമുക്ക് പ്രേക്ഷകരെയൊക്കെ ഭയങ്കരമായിട്ട് നിരാശയിലാക്കുന്ന ഒരു ക്ലൈമാക്സ് ആകുമോ എന്നുള്ള രീതിയിൽ സംശയിപ്പിക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ് പുതിയ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാരണം നമ്മുടെ ഗോവിന്ദ് അറിയുന്നുണ്ട് രാധികാമ്മയുടെ ആദ്യ ഭർത്താവായിരുന്നു സത്യദാസ് എന്നുള്ളൊരു കാര്യം. അങ്ങനെ തന്നെ നമ്മുടെ ഗോവിന്ദിന്റെ ഉള്ളിലെ പക ഇരട്ടിക്കുകയും ഇനി ഒറ്റ ശത്രുക്കളെയും താൻ വെച്ചേക്കില്ല എന്നും പറഞ്ഞിട്ട് ശത്രുക്കളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇനി അവരെയൊക്കെ കൊന്നൊടുക്കിയോ എന്നും ഒരു പിടിയില്ല. നമ്മുടെ അജാസും കൂടെ ചെല്ലുന്നുണ്ട്. അജാസും തോക്കു ചൂണ്ടി നിൽക്കുന്ന ഒരു രംഗങ്ങളും ഇതിനിടയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിനിടയിൽ നമ്മുടെ അനാർക്കലി രഞ്ജുവിനെ കൊല്ലാൻ പോകുമ്പോൾ അവിടെ ഗീതു രക്ഷകയായിട്ട് വന്ന് ഗീതു നമ്മുടെ അനാർക്കലിയുടെ കരണത്തടിക്കുന്ന ഒരു രംഗവും തന്നെ ഇതിനിടയിലുണ്ട് കേട്ടോ. ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ഗോവിന്ദ് ശത്രുക്കളെ സംഹരിച്ചു കഴിഞ്ഞിട്ടാണോ എന്നറിയില്ല, പോലീസ് സ്റ്റേഷനിൽ വന്ന് സ്വയം കീഴടങ്ങി ജയിലിൽ കിടക്കുന്നുണ്ട്. നമ്മുടെ ഗോവിന്ദിന്റെ അച്ഛന്റെ ഗതി തന്നെ നമ്മുടെ ഗോവിന്ദിനും ഉണ്ടാകുകയാണോ കൂട്ടുകാരെ? അല്ലേ, ഭയങ്കരമായിട്ട് നമ്മളെയൊക്കെ നിരാശയിലാക്കുന്ന ക്ലൈമാക്സ് ആയി പോകും അങ്ങനെയാണെങ്കിൽ. അല്ലേ, നമുക്കിഷ്ടം ഒരു ഹാപ്പി എൻഡിങ് ആണ്. ഗീതു ഗോവിന്ദ് എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ആ ഒരു റൊമാൻസും, ഇപ്പൊ പോരാത്തന്നെ നമ്മുടെ ഗീതു പ്രഗ്നന്റ് കൂടിയാണ്. അപ്പൊ കുറച്ച് നാളുകൾക്ക് ശേഷം എന്നും പറഞ്ഞ് നമ്മുടെ ഗീതുവിന്റെ കുഞ്ഞിനെയും കൂടി കാണിച്ചിട്ടാണ് ഈ ഒരു പരമ്പര നിർത്തുന്നതെങ്കിൽ പ്രേക്ഷകരോട് കുറച്ചുകൂടെ ഈ അണിയറ പ്രവർത്തകർ നീതി കാണിച്ചു എന്ന് പറയാം നമുക്ക്. അല്ലേ, നിങ്ങൾക്കും അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് തന്നെയല്ലേ വേണ്ടത്? ഒന്ന് കമന്റ് ചെയ്തേക്കണേ. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാൻ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.